ഹലോ അസ്സാം വലൈക്കും. നോമ്പൊക്കെയായിട്ട് സമൂസൻ്റെ വീഡിയോ ആയിട്ടോട്ടോ വന്നിരിക്കുന്നത്. 10 മിനിറ്റിനുള്ളിൽ നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റി സമൂസ എങ്ങനെ ഞാൻ എളുപ്പത്തിൽ തയ്യാറാക്കിയത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടോട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ജോലിക്ക് പോകുന്ന എന്നെ പോലുള്ളവർക്ക് നോമ്പിൻ്റെ സമയത്ത് ഈ സമൂസ ഉണ്ടാക്കുക എന്നുള്ളത് ഭയങ്കര പ്രയാസമുള്ള കാര്യം തന്നെ കേട്ടോ. ഇഷ്ടമാണെങ്കിലും കൂടിയിട്ട് പക്ഷേ പറ്റാറില്ല. ഒന്നുകിൽ ഞായറാഴ്ച ആയിരിക്കണം, അല്ലെങ്കിൽ ലീവുള്ള ദിവസമായിരിക്കണം. അങ്ങനെ ഒരു വിഷമത്തിൽ നിൽക്കുന്ന സമയത്താട്ടോ ഈ സമൂസ മേക്കർ എന്നുള്ള സംഭവം കണ്ടത്. കംഫർട്ട് എന്നുള്ളൊരു കമ്പനീൻ്റെതാണത്. 490 രൂപയാണ് ഇതിൻ്റെ MRP വരുന്നത്. ഒരു സ്പെഷ്യൽ പ്രൈസായിട്ട് എനിക്ക് 450 രൂപക്കാട്ടോ കിട്ടിയത്. അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. നല്ല എന്താ പറയുക, നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റും ആണ് കേട്ടോ അത്. ഒറ്റയടിക്ക് 2 ചപ്പാത്തി കൊണ്ട് നമുക്ക് 24 സമൂസനെ ഉണ്ടാക്കാൻ പറ്റും. 10 മിനിറ്റിൻ്റെ പണിയേ ഉള്ളൂ. നമ്മൾ സാധാരണ ഒരു സമൂസ ഉണ്ടാക്കുമ്പം ഒരു ചപ്പാത്തി കൊണ്ട് 4 സമൂസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 24 സമൂസ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്തായിട്ടും 6 പത്തിരിയെങ്കിലും പരത്തിയെടുക്കണം. അപ്പോൾ ഇതുകൊണ്ട് ഇത് 24 കള്ളിയാണുള്ളത്. അപ്പോൾ എങ്ങനെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചത്. ഒരു മീഡിയം സൈസ് 4 സവാള എടുത്തിട്ട് 2 പച്ചമുളകും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒന്ന് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റ് ആവും, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതിലേക്ക് കറിവേപ്പിലും കൂടെ കൊത്തി അരിഞ്ഞ് ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അല്പം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അല്പം പെരിഞ്ജീരകപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. പെരിഞ്ജീരകപ്പൊടി ചേർക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റാണ്. അപ്പോൾ നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം ചിക്കൻ ഞാനൊന്ന് മുളകും ഉപ്പും ചേർത്ത് പൊരിച്ചെടുത്തിരുന്നു കേട്ടോ. ലൈറ്റായിട്ടൊന്ന് പൊരിച്ചെടുത്തിരുന്നു. അത് കൈകൊണ്ട് പിച്ചിയെടുത്താൽ കേട്ടോ, മിക്സിയിൽ ക്രഷ് ചെയ്തിട്ടില്ല, കൈകൊണ്ട് പിച്ചിയെടുത്തതാണ്. ഇതാണ് കുറച്ചുകൂടെ ടേസ്റ്റായിട്ട് നമുക്ക് തോന്നുക. മിക്സിയിൽ അടിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഇതാട്ടോ. അപ്പോൾ പൊരിച്ചെടുത്ത ചിക്കനും കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് എന്താ പറയുക, മിക്സായി വരുമ്പോൾ മല്ലിയിലയും കൂടെ ചേർത്ത് നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ സമൂസക്ക് വേണ്ട മസാല ഒക്കെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതൊരു ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി സമൂസക്ക് വേണ്ട ചപ്പാത്തി റെഡിയാക്കാൻ വേണ്ടിയിട്ട് 1/4 ഭാഗം ആട്ടപ്പൊടിയും 1/4 ഭാഗം മൈദപ്പൊടിയും കൂടെ കേട്ടോ ചേർത്തത്. അല്പം ഉപ്പും കൂടെ ചേർത്ത് സാധാ പച്ചവെള്ളത്തിലാട്ടോ കുഴക്കുന്ന, ചൂടുവെള്ളം ഒന്നും ചേർക്കുന്നില്ല. സാധാ പച്ചവെള്ളത്തിൽ നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്താ പറയുക, അധികം ലൂസാവും ചെയ്യരുതും ടൈറ്റ് ആവും ചെയ്യാതെ ഒരു മീഡിയം പാകത്തിൽ നന്നായിട്ട് കുഴച്ചെടുക്കുക. ചൂടുവെള്ളം ഒഴിച്ചാൽ ചിലപ്പോൾ അധികം സോഫ്റ്റായി പോകും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. സമൂസക്കൊന്നും അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ സാധാരണ പച്ചവെള്ളത്തിൽ തന്നെയാണ് ഞാൻ കുഴക്കാറുള്ളത്. ചപ്പാത്തി ആണെങ്കിലും പച്ചവെള്ളത്തിൽ തന്നെ കുഴക്കാറുള്ളത്. അപ്പോൾ നന്നായിട്ട് നമ്മൾ കുഴച്ചെടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ചപ്പാത്തിൻ്റെ റോളിനൊക്കെ എന്താ പറയുക, ഒരു ഉണ്ടായിട്ട് എടുക്കുമല്ലോ ഓരോ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട്. അതിൻ്റെ ഇരട്ടിയായിട്ട് 2 ചപ്പാത്തിൻ്റെ വലുപ്പത്തിലാണ് കേട്ടോ ഉണ്ടാക്കി മാറ്റിയെടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ 2 ചപ്പാത്തി ഉണ്ടെങ്കിൽ നമുക്ക് 24 സമൂസ ഉണ്ടാക്കാം. എനിക്ക് ആകെ ഈ മസാലയിലേക്ക് 4 ചപ്പാത്തിൻ്റെ റോളേ ആവശ്യം വന്നിട്ടുള്ളൂ. കുറച്ച് മൈദ തൂവിയിട്ട് നന്നായിട്ട് വീശി പരത്തിയെടുക്കുക കേട്ടോ. കുറച്ച് പൊടി ചേർക്കണം, അല്ലെങ്കിൽ ഈ പ്രസ്സുമേൽ ഒട്ടിപ്പോവും. അപ്പോൾ പൊടി കുറച്ച് കൂടുതൽ തന്നെ എടുക്കണം കേട്ടോ. അപ്പോഴാണ് ഇത് കുറച്ച് വലുതായി കിട്ടുക. നമ്മൾ ചട്ടിപ്പത്തിരിക്കൊക്കെ സാധാരണ പത്തിരി ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അതിനേക്കാൾ കുറച്ച് വലുപ്പത്തിൽ തന്നെ നന്നായിട്ട് പരത്തിയെടുക്കുക കേട്ടോ. ഞാനിതാ കൗണ്ടർ ടോപ്പിൽ തന്നെ വെച്ചിട്ടാട്ടോ പരത്തുന്നത്. എനിക്കിതാണ് ഈസി ആയിട്ട് തോന്നുന്നത്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ അഴുക്കും പൊടിയൊന്നും ഉണ്ടാവില്ലല്ലോ, അപ്പോൾ അവിടെ നിന്നാണ് പരത്തിയെടുക്കാറുള്ളത്. അങ്ങനെ 2 ചപ്പാത്തി പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചട്ടിപ്പത്തിരിൻ്റെ ഒക്കെ വലുപ്പത്തിലാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഈ പ്രസ് വെച്ച് നോക്കിയാൽ മതി, ഏകദേശം വലുപ്പം അറിയാൻ പറ്റും. അപ്പോൾ ഇതിന് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് നിർത്താം. ഇനി ആദ്യം പ്രസ് വെച്ചതിൻ്റെ ശേഷം നമ്മളിതിൻ്റെ മുകളിലാണ് പത്തിരി വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളൊരു സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ ഒന്ന് ഈ എന്താ പറയുക, നമുക്ക് ഏകദേശം ഒരു മനസ്സിലാവുമല്ലോ, ഒരു കുഴി പോലെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്പൂണിനേക്കാളും നല്ല നമ്മളൊന്ന് വിരൽ വെച്ചിട്ടൊന്ന് താഴ്ത്തി കൊടുക്കുന്നത് നല്ലത്. അപ്പോൾ അതിലേക്ക് നമ്മൾ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാല ചേർക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ലൈൻ ഉണ്ടാവില്ല, ഇതിൻ്റെ സൈഡ് ഒരു ലൈൻ ഉണ്ടാവും, അതുമ്പോൾ തട്ടാതെ ഈ കുഴിയിൽ മാത്രമായിട്ട് ഫില്ല് ചെയ്യാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മളത് ഒട്ടിപ്പിടിക്കില്ല. സ്പൂൺ കൊണ്ടോ കൈവച്ചോ എങ്ങനെയെങ്കിലും ഈ കുഴിയിൽ നമ്മൾ
നിറച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ മൊത്തത്തിൽ ഫില്ലാക്കി വെച്ചിട്ടുണ്ട്. എളുപ്പമാണ് കേട്ടോ ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ നമ്മളൊരു പ്രാവശ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല എളുപ്പമുള്ള സംഭവം തന്നെയാണത്. ഇതാ ഇത്രയും മസാല നമുക്ക് ഇതിലേക്ക് ആയിട്ടോ. 3/4 ഭാഗം മസാല തന്നെ കഴിഞ്ഞ്. അപ്പോൾ 24 സമൂസക്കുള്ള അളവാണല്ലോ. അപ്പോൾ നമ്മളിതാ മറ്റൊരു പത്തിരിയും കൂടെ ഇവിടെ പരത്തി വെച്ചിട്ടുണ്ട്. ആ ചപ്പാത്തിയും കൂടെ നമ്മളിതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. മുകളിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ പത്തിരി പരത്താൻ എടുക്കുന്ന പത്തിരി കോയിലില്ലേ, അത് വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക. നന്നായിട്ട് അമർത്തി കൊടുക്കട്ടോ. അപ്പോൾ ഈ ലൈന് നമുക്ക് മനസ്സിലാവും, അത് ലൈന് പ്രസ്സായി വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് അമർത്തി തന്നെ കൊടുക്കുക. കുറച്ചുകൂടെ പൊടി ചേർത്ത് ആക്കുകയാണെങ്കിൽ ഇങ്ങനെ ചില ഭാഗത്തേക്ക് ഒട്ടിപ്പിടിച്ചിരുന്നു ഫസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ. പക്ഷേ പിന്നെ രണ്ടാമത്തെ ഉണ്ടാക്കിയപ്പോൾ നല്ല പെർഫെക്റ്റായി വന്നിട്ടോ. അപ്പോൾ പൊടി ചേർക്കാത്ത പ്രശ്നമായിരുന്നു. അപ്പോൾ പിന്നെ റെഡിയായി. അതിനുശേഷം നമ്മളിത് ഈ വേസ്റ്റായി കിടക്കുന്ന ഭാഗങ്ങളിലെ പൊടിയൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് ഇതൊന്ന് എന്താ പറയുക മറിച്ചെടുത്തിട്ട് കൈ വെച്ചൊന്ന് തട്ടി കൊടുത്താൽ തന്നെ ഒറ്റയടിക്ക് 24 സമൂസ താഴെ വീണ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സമൂസ ആണ് കണ്ടോ. എല്ലാ സമൂസയും ഒരേ ഷേപ്പായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അത് രണ്ടാമത്തും പരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പൊടി ബാക്കിയുണ്ട് കേട്ടോ. നമുക്ക് ഇത്ര പൊടിയൊന്നും ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ അത് ബാക്കി പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ അത് രണ്ടാമത്തെ കുറച്ചുകൂടെ പൊടി ചേർത്ത് പരത്തിയതുകൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തതും കിട്ടിട്ടോ. അപ്പോൾ അത് നന്നായിട്ട് അമർത്തി കൊടുക്കുമ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംഭവമാണ് ഇത്. ഒറ്റ പീസ് വീട്ടിലുണ്ടായാൽ തന്നെ നമുക്ക് വിരുന്നുകാർ വന്നാലോ നോമ്പിൻ്റെ സമയത്തോ എന്തെങ്കിലും പാർട്ടികളിലോ ഒക്കെ ഓർഡറൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ വീട്ടിൽ നിന്നൊക്കെ, അവർക്കൊക്കെ ഏറ്റവും എളുപ്പമായിരിക്കും ഇത്. കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സമൂസ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എണ്ണ ചൂടാകുമ്പോൾ പെട്ടെന്ന് തന്നെ പൊരിച്ചെടുക്കുക. സമൂസ പൊരിക്കാൻ വലിയ പണിയില്ല, ഉണ്ടാക്കാനാണല്ലോ പ്രയാസം. പക്ഷേ ഇതും ഇങ്ങനെ ഉള്ളതുകൊണ്ട് എനിക്ക് ഉണ്ടാക്കാനും പ്രയാസമായിട്ട് തോന്നിയില്ല കേട്ടോ. നമ്മുടെ സമൂസൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാ സമൂസയും ഒരേ ഷേപ്പ് തന്നെയാണ്. നമ്മൾ ഉണ്ടാക്കുമ്പോൾ പല പല ഷേപ്പായി പോവും. ഇതങ്ങനെയൊന്നും ഇല്ലാതെ നല്ല അടിപൊളി, കാണാനും കഴിക്കാനും നല്ല ടേസ്റ്റുള്ള സംഭവം തന്നെ ആയിരുന്നു. അപ്പം ഇനി എന്ന് സമൂസ ഉണ്ടാക്കിയാലോ എന്നുള്ള തീരുമാനത്തിലാണ് കേട്ടോ. നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കിയിടുന്ന കാസറോളില്ലേ, അത് നിറച്ചുണ്ട് കേട്ടോ ഇത് ഈ സമൂസ. അപ്പോൾ നോമ്പ് തുറക്കാൻ നേരമായി. അപ്പോൾ നമ്മളത് അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.